Hello friends, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിന്റെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വണ്ടിയിലെ ടൂൾ കിറ്റിലെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വണ്ടിയിൽ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ പരിചയപ്പെടുത്തുന്ന സീരീസിലെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ വണ്ടി കാർബറേറ്റർ ടൈപ്പ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ ഫ്യൂൽ ടാപ്പ് സ്റ്റെയിനർ എങ്ങനെ നിങ്ങൾക്ക് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കാണുന്നതാണ് ഫ്യൂൽ ടാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിവശത്തായിട്ടാണ് ഫ്യൂൽ ടാപ്പ് സ്റ്റെയിനർ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇത് ഓഫാക്കി ഇടേണ്ടതുണ്ട്. ടാപ്പ് റിസർവിലാണെങ്കിലും മെയിനിലാണെങ്കിലും ഇതേപോലെ ഓഫിലേക്ക് തിരിച്ചു വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഊരിയെടുക്കാൻ ആവശ്യമായിട്ട് വരുന്ന ഒരേ ഒരു ടൂളാണ് 10ന്റെ ഡബിൾ എൻഡ്. 10-12ന്റെ ഡബിൾ എൻഡ് നിങ്ങളുടെ വണ്ടിയിലെ ടൂൾ കിറ്റിൽ ലഭ്യമാണ്. ഡബിൾ എൻഡിന്റെ 10ന്റെ വശം വെച്ച് ഈ കാണുന്നത് പോലെ തന്നെ ഫ്യൂൽ ടാപ്പിന്റെ അടിവശത്ത് വരുന്ന ക്യാപ്പ് ഊരിയെടുക്കേണ്ടതാണ്. ഈ കാണിക്കുന്നത് പോലെ തന്നെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് കൈകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്യൂൽ ടാപ്പിന്റെ ക്യാപ്പ് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ക്യാപ്പ് ഊരിയെടുത്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റെയിനർ ക്യാപ്പിന്റെ ഉൾവശത്തായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഊരിയപ്പോൾ തന്നെ ക്യാപ്പിനകത്ത് സ്റ്റെയിനർ ചെറുതായിട്ടൊന്ന് ജാമായിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പിറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ക്യാപ്പ് ഊരിയാലും ഫ്യൂൽ ടാപ്പിൽ തന്നെ സ്റ്റെയിനർ ഫിക്സ് ആയി ഇരിക്കുന്നുണ്ടാവും. അത് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സ്റ്റെയിനറിന്റെ അടിവശത്ത് വരുന്ന ഈ ഒരു ക്യാപ്പ് ഇതേപോലെ ലെഫ്റ്റിലേക്ക് തിരിച്ച് ഊരിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ എന്തുമാത്രം അഴുക്കാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നതെന്ന്. നമ്മുടെ വണ്ടിയിലെ ടാങ്കിൽ നിന്ന് കാർബിലേക്ക് പോകുന്ന പെട്രോളിലെ അഴുക്കിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു അരിപ്പയാണ് ഫ്യൂൽ സ്റ്റെയിനർ എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുറെ നാളുകളായിട്ട് ഇത് ഇളക്കിയിട്ടില്ലെന്ന് ഈ ഒരു ഫ്യൂൽ സ്റ്റെയിനർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനകത്ത് അഴുക്ക് ഓവറായി നിറഞ്ഞു കഴിഞ്ഞാൽ അത് ടാങ്കിൽ നിന്നും കാർബിലേക്കുള്ള പെട്രോളിന്റെ ഫ്ലോയെ തന്നെ ബാധിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെയിനർ ഞാനിപ്പോൾ ചെയിൻ ക്ലീനർ അടിച്ചാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെയിൻ ക്ലീനറോ റെസ്ലീക്കോ പെട്രോളോ ഉപയോഗിച്ച് ഈ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റെയിനർ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓവറായി സ്റ്റെയിനറിൽ അഴുക്കടിഞ്ഞു കൂടുന്നത് കാർബിലേക്കും ചെറിയ തോതിൽ അഴുക്ക് എത്തുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ കാർബിലേക്ക് അഴുക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ മിസ്സിംഗ് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം സോൾവ് ആകണമെങ്കിൽ കാർബ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റെയിനർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഇത്രയേറെ അഴുക്കുകൾ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിന് വണ്ടി ഷോറൂമിൽ എത്തിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആവശ്യപ്പെടുക വണ്ടിയുടെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്ന്. ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മിസ്സിങ്ങിനെ തന്നെ നമുക്ക് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അഴുക്കെല്ലാം പോകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നല്ലൊരു തുണി കൊണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റെയിനറും അടിയിലെ ക്യാപ്പും ഈ കാണുന്നത് പോലെ തന്നെ പഴയ പോലെ അടച്ചു വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റെയിനർ ടാപ്പിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ നമ്മുടെ സ്റ്റെയിനർ ഉള്ളിലെ ത്രെഡിലേക്ക് വെച്ച് വലത്തേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക, ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. അതിനുശേഷം നമുക്ക് ക്യാപ്പ് കൂടി ഈ കാണിക്കുന്നത് പോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്പ് ടാപ്പിലെ ത്രെഡിലേക്ക് വെച്ച് ഈ കാണിക്കുന്നത് പോലെ തന്നെ കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 10ന്റെ ഡബിൾ എൻഡ് സൈഡ് ഉപയോഗിച്ച് ഈ കാണിക്കുന്നത് പോലെ തന്നെ വലത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക, ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.